എങ്ങനെയുണ്ട്? ഒന്നും കൂടി ചിരിക്കുന്നേ, എന്റെ ഡിമ്പിൾ ഒന്നുകൂടി കണ്ടോട്ടെ. ആഹാ. ഞാൻ ആ, അന്ന് പറഞ്ഞതാ, എന്റെ അടുത്ത് ഓർമ്മയുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. പിന്നെ ബ്രോ, കം ടു ദ പോയിന്റ്, എങ്ങനെ ഉണ്ടായിരുന്നാ കോഴ്സ്? കോഴ്സ് നല്ല കോഴ്സാണ്, നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. അല്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വെച്ചിട്ട്. ആ, നല്ലതാ, നല്ല കോഴ്സ്. ടോണി ബിഗിനർ ആയിരുന്നോ, അല്ല ഇതിന് മുന്നേ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. കോഴ്സ് കുറെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനൊരു നല്ലൊരു ഔട്ട്പുട്ട് ആയി വന്നിട്ടില്ല ഇപ്പോൾ. ഇതിപ്പം കുറച്ചുകൂടി എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. ഉം. ഏതൊക്കെ കോഴ്സ് കഴിഞ്ഞു ടോണി? ഞാന് അങ്ങനെയല്ലേ, ഇതൊരു പ്രോഫിറ്റ് ആണ്. ഞാൻ കുറച്ച് ക്യാൻഡിൽ ബേസിക്സ് കുറെ 2 കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഒരു മൂവിങ് ആവറേജിന്റെ ഒരു കോഴ്സ് ചെയ്തു. ഓക്കെ. പിന്നെ ആ, പിന്നെ ഞാൻ ചെയ്യുന്ന ഇതാ. പിന്നെ അതല്ലാതെ ഞാൻ ICT-യുടെ വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ട്. അവരുടെ ICT ട്രേഡർ അല്ലേ പുള്ളിക്കാരൻ്റെ വീഡിയോസ് അത്യാവശ്യം കുറെ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ. അപ്പൊ അപ്പം പിന്നെ എന്താണ് ബ്രോ, വാട്ട്സ് ഡിഫറൻസസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നമുക്കറിയാമല്ലോ. ഇതിലിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് മെൻറ്റർ ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് പതുക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരാളുണ്ടായത് കൊണ്ട് നമുക്ക് നമ്മുടെ ഡൗട്ട് എന്താണെന്ന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരാളുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അതിനകത്തൊരു മെച്ചം. ഗുഡ് അപ്പോൾ ഗുഡ്. നമ്മുടെ പ്രോബ്ലംസ് അവിടെ ക്ലിയർ ആവും. അപ്പം നമ്മളിപ്പോൾ വേറെ ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പ്രോബ്ലംസ് അല്ല, അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് ആയിരിക്കും അവർ പോപ്പപ്പ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ല അവിടെ വരുന്നത്, ക്ലിയർ ചെയ്ത് പോകുന്നത്. എനിക്ക് ഫീൽ ചെയ്തതാണ്. ഓക്കെ. 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 അല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഉം. പിന്നെ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പം TMC സ്ട്രാറ്റജി വർക്കിംഗ് ആണോ ബ്രോ? ആ, കമ്പാരിറ്റീവ്ലി ഞാനിപ്പം TMC മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ഗുഡ്. സ്ട്രാറ്റജീസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ഇതിപ്പം എനിക്ക് അത്യാവശ്യം റിസൾട്ട് കാണുന്നുണ്ട് ഇതിൽ. ഓക്കെ. ഹലോ. ഓക്കെ. ആ. ഓക്കെ. കറക്റ്റ് ആയിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ബ്രോ, കാരണം വെച്ചാൽ നമ്മളെല്ലാം അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ ആഡിലും പിന്നെ എല്ലാത്തിലും പറയുന്നുണ്ട് TMC ഭയങ്കര സിമ്പിൾ ആണ്. അപ്പോ ചില ആൾക്കാരുടെ വിചാരം ഇത് കടിച്ചാ പൊട്ടാത്ത സാധനമാണോ? ആണോ ടോണി? അല്ലല്ല, അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല. നമ്മൾ എന്താണെങ്കിലും ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ സാധനം. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് 5 hours സ്റ്റാർട്ട്, ഈ 5 മണിക്കൂറിന്റെ വീഡിയോ അതൊക്കെ ഉപകാരപ്പെടുമോ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ഉപകാരപ്പെട്ടായിരുന്നോ ടോണി? 5 hours വീഡിയോസ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ ഉപകാരമുള്ള ഇത് വീഡിയോസ് തന്നെയാണ് എല്ലാം. എല്ലാ പോയിന്റ്സും അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 പ്രാവശ്യമൊക്കെ നമ്മളത് ഫോളോ ചെയ്യണം, ട്രെയിൻ ചെയ്യണം. വരച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വേണത്. അതെ അതെ അതെ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഔട്ട്പുട്ട് വരും. 2 hours സൂം മീറ്റ് കിട്ടിയായിരുന്നല്ലേ? കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? അതും നല്ലതായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ വീഡിയോസ് കണ്ടതിൻ്റെയൊക്കെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം അതിലുള്ള കൂടുതൽ പോയിന്റ്സ് അതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും നമുക്ക് ഡയറക്റ്റായിട്ട് മെൻറ്ററോട് ചോദിക്കാൻ പറ്റുന്നൊക്കെ ഒരു സ്പേസ് ആയിരുന്നു അത്. സൂം മീറ്റിംഗിൽ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇൻഡിവിജ്വലി ഡൗട്ട് ക്ലിയറിംഗ്? ആ, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വീഡിയോസിനുണ്ടായിരുന്ന ഡൗട്ടും പിന്നെ നമ്മൾ മെൻറ്റേഴ്സിനോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഡൗട്ട്സും നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് അവർ ക്ലിയർ ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. അതെ അതെ. ഗുഡ് 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 ഗുഡ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലൈവ് മാർക്കറ്റിന്റെ ഡിസ്കഷൻ, എക്സാമ്പിൾസ്, അനാലിസിസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ സൂം മീറ്റിൽ? ആ, ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചും അവര് ഇപ്പം നമ്മുടെ മെൻറ്റർ എടുത്ത ട്രേഡുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. ഈ- ഗുഡ് 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 ഗുഡ്. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ആ സൂം മീറ്റ് സെഷൻ? ഹെൽപ്ഫുൾ ആയിരുന്നോ ടോണി? അതെ അതെ അതെ. ഹെൽപ്ഫുൾ ആയിരുന്നു അത്. അവിടെയാണ് കുറച്ച് കാര്യങ്ങൾ കുറെ ഡൗട്ട്സ് അവിടെയാണ് ക്ലിയർ ആയത്. Okay. പക്ഷെ പിന്നെ ഇപ്പോഴും അതുപോലെ ഡൗട്ട് തന്നെ നമ്മൾ ക്ലിയർ ഇപ്പൊ ആക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ബ്രോ? ഇപ്പോഴും ഡൗട്ടുകൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും സംശയം എപ്പോഴും ഉണ്ടെങ്കിൽ ക്ലിയർ ആയി നമ്മൾ തീർച്ചയായും മുമ്പോട്ട് തീർച്ചയായും. പോകുന്നത്. ഇപ്പൊ അത് പഠിക്കുന്നവർക്ക് സംശയം ഉണ്ടാവല്ലോ ടോണി. അതെ അതെ.
പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എങ്ങനെ ബ്രോ ഫോറക്സ് ട്രേഡിംഗിൽ കോൺഫിഡന്റ് ആണോ? മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പേടിയൊക്കെ മാറിയിട്ടുണ്ടോ? ഫോറക്സ് ട്രേഡിങ് നമുക്ക് വേണം. നമുക്ക് അതാണ് നമ്മൾ മുമ്പോട്ട് കിട്ടിയേ നോക്കുന്നത്. പറ്റൂ. കിട്ടിയേ പറ്റൂ, അത് മേടിച്ചെടുക്കണം. പിന്നെ ഫണ്ടഡ് അക്കൗണ്ട് മാനുവലി പാസ്സാക്കാൻ വേണ്ടിയിട്ട് ടോണിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ? ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് മാനുവലി പാസ്സാക്കാൻ എനിക്ക് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും കോൺഫിഡന്റ് ആണ് ഞാനിപ്പോൾ. ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉം. 2 അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും പോയി. പക്ഷെ അത് ഒരെണ്ണം ശരി. ഒരു 6 മാസം മുമ്പ് എടുത്തത് ഇപ്പൊ കുറച്ച് ബ്രേക്ക് ഇവന്റിലേക്ക് ഇങ്ങനെ കയറി 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 വരുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പം ഓക്കെ. ഈ ഒരു ടീംസ് വെച്ചിട്ട് മാത്രം ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അത് വെറുതെ കയറി വരുന്നുണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഹൈലി കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയും. റിക്കവർ ആകുന്നുണ്ട് എന്നർത്ഥം. അതെ 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 പക്ഷെ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് DMC വഴി. അതെ അതെ അതെ. ലോസ് റിക്കവർ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ. വെരി ഗുഡ്, വെരി ഗുഡ് ബ്രോ. കാരണം നമ്മള് ഇത് ഭൂരിഭാഗം ആൾക്കാരും ലോസ് റിക്കവറി എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ കടന്ന് തള്ളുന്നതാണ്. നിങ്ങൾക്ക് ആ ഇപ്പൊ എന്തായാലും അനുഭവത്തിൽ വന്നല്ലേ, അതെ 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 പൊളിയല്ലേ. അതെ ഇനി ലോസിനെ പേടിക്കാണ്ട് മുന്നോട്ട് പോവാം. സോ അതെ. ബ്രോനെ പേഴ്സണലി നമ്മുടെ റെക്കോർഡഡ് വീഡിയോ സെഷൻ ആണോ സൂം ഇൻ സെഷൻ ആണോ കൂടുതൽ ബ്രോന് ബെറ്റർ ആയിട്ട് തോന്നിയത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ? എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏഹ്, എനിക്ക് സൂം മീറ്റിംഗ് ആണ് എനിക്ക് കുറച്ചുകൂടെ. എൻ്റെ പേഴ്സണലി ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കൂടുതലും സൂം മീറ്റിംഗ് ആയിരുന്നു എനിക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ എനിക്ക് പറയാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അല്ല അല്ല, അത് ആ, ഡിഫറെന്റ്, ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ്. അതെ അതെ അതെ. കാരണം എന്താണെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണെങ്കിലും എനിക്ക് കുറച്ചുകൂടെ റെക്കോർഡഡ് വീഡിയോസ്, അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസിനേക്കാൾ ഒരു സൂം മീറ്റിംഗ് കൂടെ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സജഷൻസ് പറയാമോ? തീർച്ചയായും, ഡെഫിനറ്റ്ലി. ഓക്കെ. അപ്പം അതേപോലെ തന്നെ നമുക്കിപ്പം നിങ്ങൾ എടുക്കുന്ന ഇപ്പം നിങ്ങൾ എടുത്ത ട്രേഡുകളാണെന്ന് നമുക്ക് ഇപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ഒരു വീക്കിലി വൺസ് അല്ലെങ്കിൽ ഒരു 2 വീക്സിൽ വണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു എക്സാമ്പിളായിട്ട് വെച്ച് നമുക്ക് പഠിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ. ഒരെണ്ണം എന്ന് വെച്ചാൽ 2 വീക്സിൽ. അപ്പൊ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വരച്ച് നോക്കി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും, തീർച്ചയായും. കാരണം നമുക്ക് വരുത്തേണ്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചറിയാൻ തന്നെയായിരുന്നു നമുക്ക് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. ആ ഓക്കെ. നമുക്ക് പിന്നെ കോഴ്സൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലേ നമുക്ക് അറിയുള്ളൂ. ഉം, ഉം. പിന്നെ പി- വേറെന്താ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇനിയുണ്ട് ഡൗട്ട്സ് ഉണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ ക്ലിയർ ചെയ്യും. എന്നെ എപ്പോഴും കുറച്ച് നേരം മുമ്പ് ഞാൻ എനിക്ക് ടൈം കിട്ടാറില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞായിരുന്നു ഞാൻ അറൗണ്ട് വീട്ടിലെത്തി എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വർക്കിന്റെ ഡ്യൂറേഷൻ ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഓക്കെ, ഓക്കെ. ടോണി ഇപ്പൊ കറന്റ് എവിടെയായിരുന്നു ഉള്ളത്? ഞാൻ ഇവിടെ ബഹ്റിനിലാണുള്ളത്. അപ്പം ബഹ്റൈനിലല്ല. ഓക്കെ. ബഹ്റിനിൽ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ബഹ്റൈൻ ആണോ എവിടെയാണ്, ദുബായ് ആണോ, എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചു. ദുബായിലും ഉണ്ടായിരുന്നു. ഞാൻ ആ ദുബായിൽ വർക്ക് ആ, ചെയ്യുന്നുണ്ടായിരുന്നു. യാ, വെറുതെ അല്ല, എനിക്കത് തോന്നി. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവാസ ജീവിതത്തിന്റെ കഥ. ആ പിന്നെ ഇപ്പൊ ബഹ്റിനിലാണുള്ളത്. ഓക്കെ. ഇപ്പൊ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമ്പനിയും അടിപൊളി സെറ്റപ്പ് ഒക്കെ. പക്ഷെ എനിക്ക് കൂടുതലും എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫീൽഡിലാണ്. അപ്പം ഓക്കെ, ഗുഡ്, അതിലേക്ക് ഗുഡ്, ഗുഡ്. മാറാനുള്ള ഒരു ഇതിലേക്കാണ് ഞാൻ നടക്കുന്നത്. ട്രൈ നല്ലത്. ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മന്ത് നമ്മളിപ്പോ ഏൺ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് ഫുള്ളി ഫോക്കസ് മീൻസ് നമുക്ക് ഏതൊരു സംഗതി ആയി കഴിഞ്ഞാലും നമുക്കിപ്പോ കിട്ടുന്ന ടേൺ ഓവർ എന്താണോ വർക്ക് ഉം. ചെയ്തിട്ട് കിട്ടുന്നത്, സോ അതിന്റെ ഒരു മൾട്ടിപ്പിൾ നമുക്ക് കണ്ടിന്യൂസ്ലി 6 മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് മാത്രം മാറാൻ വേണ്ടി പറ്റും. ആ ഓക്കെ. ഒരു ടൈമിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുക. പ്രാക്ടീസ്, അത്രേ ഉള്ളൂ ബ്രോ, പ്രാക്ടീസ്. സോ അതെ നമുക്ക് വഴി പറഞ്ഞു തരാൻ മാത്രമേ അറിയുള്ളൂ, അതിലൂടെ നടക്കണ്ടേ നിങ്ങളാ. അതെ അതെ അതെ. ഇപ്പം അത് വീഡിയോ എല്ലാം ചെയ്തിടുമ്പോ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇത്ര കത്തില്ല, പക്ഷെ ഇത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്നുള്ളത്. അതെ അതെ അതെ. അപ്പോ പിന്നെ ഈ ഒരു മെന്റർഷിപ്പ് നമുക്ക് എത്ര നാൾ ഉണ്ടാവും ഇത് നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, ഡൗട്ട്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്? ഡൗട്ട്സ് ക്ലിയർ 1 ഇയർ ആണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. 1 ഇയർ ഒന്നും വേണ്ടി ആണോ? വരില്ല ടോണിക്കൊന്നും. നല്ലൊരു 1-2 മന്ത് കൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആവും. പിന്നെ ട്രാക്കിലേക്ക് ഇറങ്ങി തുടങ്ങും. പിന്നെ ഇമോഷൻ കൺട്രോളിങ് സോഫ്റ്റ്വെയറും കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പേടിക്കാതെ മെൻറ്റർ ഒരുമിച്ച് ഒരുമിച്ച് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യിക്കുന്ന പോലത്തെ തന്നെ സാധനം വരുന്നുണ്ട് ഇനി. അതെ അല്ലേ. അത് ശരി ശരി. മിക്കവാറും ഈ മന്ത് മിഡിലിൽ തന്നെ ഉണ്ടാവും ലോഞ്ചിങ്. സോ അത് അതിനെപ്പറ്റി ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കണം എന്നൊന്നുമില്ല. ആദ്യം മാനുവലി ട്രേഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ആക്കുക.
നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി സ്വിച്ച് ചെയ്യാം. ശരി അതിലേക്ക് സ്വിച്ച് ചെയ്യാനല്ല, സോറി, അതുകൂടി ആഡ് ചെയ്യാം നിങ്ങളുടെ കൂടെ. ശരി ശരി ശരി. ഓക്കെ. മാനുവലി ട്രേഡ് ചെയ്യാൻ അല്ലെ നമ്മുടെ സ്ട്രാറ്റജിയിൽ എൻട്രി ഇടാൻ അറിയാത്ത സോഫ്റ്റ്വെയർ കൊണ്ട് ഉപകാരമില്ല. സോ ആ ഇത് ആ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നവർക്ക് ഒരു സപ്പോർട്ട് അത്ര മാത്രമേ ഉള്ളൂ. സപ്പോർട്ട് വെച്ചാൽ വല്ലാത്തൊരു സപ്പോർട്ടുമാണ്. അതെ അല്ലേ. ശരി. കാരണം അറിയാലോ, ഇമോഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം വേറെ എന്തിനെ അതെ, കാട്ടിയും വലുതാ. വലുതാണ്. അപ്പൊ ഞാനിപ്പം എനിക്കൊരു വലിയൊരു സംശയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതൊരു ടൈമിലാണ് ഇതിൽ എൻട്രി എടുക്കേണ്ടത്, മീൻസ് അങ്ങനെയല്ല, നമുക്ക് എൻട്രി എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ എപ്പോഴാണ് ഇത് ഒരു ടൈമിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ചാർട്ടുകൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെനിക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. പക്ഷേ എന്നാൽ ജസ്റ്റ് ഒന്ന് ഓ ഇതൊക്കെ ഫാസിലിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോന്റെ ഡൗട്ട്സ് എന്താണെന്നല്ല വോയിസ് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആള് കൃത്യമായിട്ട് അവന്റെ ഫ്രീ ടൈം നോക്കി ഫാസ്റ്റ് ആയിട്ട് ആളെ റിപ്ലൈ അടിച്ചാൽ അറിയാലോ. അതെ 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 അതെ. അത്രയൊക്കെയാണ്. പിന്നെ അതുപോലെ ടോണി വേറൊന്ന് ചോദിച്ചോട്ടെ. നമ്മള് ഉം. ട്രൂസെൻസിന്റെ നമ്മുടെ കോഴ്സിലേക്ക് ഇനിയിപ്പം പഠിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ബ്രോന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ ബ്രോന് കൊടുക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? ധൈര്യമായിട്ട് വന്ന് പഠിക്കുക. ട്രൂ സെൻസിൽ വന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും നല്ല സപ്പോർട്ട് കിട്ടും. നമ്മളത് ഫോളോ ചെയ്ത് നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യുക, അപ്പൊ നല്ല റിസൾട്ടും കിട്ടും. അത്രേ ഉള്ളൂ. കാരണം ചില അത്രേ ഉള്ളൂ. ആൾക്കാർ ചോദിക്കാറുണ്ട് 50,000 രൂപയുടെ കോഴ്സോ, ഈ 5 മണിക്കൂറിലെ വീഡിയോനാണോ 50,000 രൂപയോ 30,000 രൂപയോ 80,000 രൂപ എന്നൊക്കെ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ നടപടിയാകുന്ന സംഭവമാണോ? ടോണിക്ക് തോന്നുന്നുണ്ടോ ബ്രോ ഈ സാധനം അധികാന്ന്? ഇല്ലില്ല. നമ്മള് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രം കണക്കാക്കുക അത്. തീർച്ചയായും തീർച്ചയായും അതിന്റെ റിട്ടേൺ നമുക്ക് കിട്ടും. തീർച്ചയായും തീർച്ചയായും അത് അവർക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ അവരുടെ അടുത്ത് ഒരിക്കലും അതിനെ മോശമായിട്ടോ കാര്യങ്ങളായിട്ടോ സമീപിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ബ്രോ, അറ്റ് ലാസ്റ്റ് ട്രൂസെൻസിന് 10 ഔട്ട് ഓഫ് എത്ര മാർക്ക് ടോണിക്ക് കൊടുക്കാം? ഞാനിവിടെ മുന്നിലുള്ളതുകൊണ്ട് പിന്നെ എന്റെ മുന്നിൽ നിന്നിട്ട് എങ്ങനെയാ കുറവ് പറയാന്നൊന്നും വിചാരിക്കണ്ട ബ്രോ. ഇല്ല, ഞാൻ 10ല് ഞാൻ ഔട്ട് ഓഫ് 10 ഞാനൊരു 8 കൊടുക്കും. കാരണം ഇനിയും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യട്ടെ. താങ്ക് യു താങ്ക് യു 10 താങ്ക് യു സോ മച്ച് ബ്രോ. 10 തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും ഇമ്പ്രൂവ് ആവില്ല. അത് അല്ലല്ല, നമ്മളെന്തായാലും R&D വർക്ക് എല്ലാത്തിന്റെ പിറകിലും നമ്മൾ നടത്തും. നമ്മളിപ്പം എന്ത് അതെ അതെ. കാര്യമായാലും നമ്മളിപ്പോ ഒരു കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കൂടി ആ സമയം മുതലേ നമ്മൾ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഓടുന്നുണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളി ഇപ്പൊ ഇത് നമ്മൾ ഞാൻ റെഡിയാക്കി അത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനിയിപ്പം 10 അടുത്ത തരില്ലെന്നല്ല പ്രൊജക്ട്സ് കേട്ടോ ഒക്കെ പറഞ്ഞത്. ഏതാണ്? ഞാൻ ഞാൻ 10 തരില്ലെന്നല്ല പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും 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 ആ മനസ്സിലാവും ബ്രോ. ആ വണ്ണിലായിട്ട് നമുക്കൊന്നും പറയാലോ. ഈ വണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാ, എന്തുകൊണ്ടാ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. സോ അത്രേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. കാരണം ഫോറക്സിൽ നമ്മൾ മലയാളികൾക്കും കുറച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇംഗ്ലീഷുകാർ ഉം. മാത്രം അങ്ങനെ ഇതിൽ ആക്കണ്ടല്ലോ, നമ്മളും അതെ അതെ ഉണ്ടല്ലോ അതെ ഇവിടെ. അതെ അതെ സോ അതെ ഡോൺ അതെ വറി, അതെ. നമുക്കെല്ലാം കൂടി സെറ്റ് ആക്കാം, പൊളിച്ചെടുക്ക് കൈ കൊടുക്കുക. ഓക്കെ. ഓക്കെ മാൻ. അപ്പോ എന്തായാലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. എന്നിരുന്നാലും താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ബ്രോ. താങ്ക്സ് ഫോർ താങ്ക് യു. ഞാനാ ചൂസിങ് താങ്ക്സ് ട്രൂസൻസ്. പറയട്ടെ. നമുക്കൊരു ചാൻസ് അത് പ്രൂവ് ചെയ്ത് ടോണിനെ മാറ്റാൻ വേണ്ടി പറ്റും എന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒരു ചാൻസ് തന്നതിനും താങ്ക് യു. താങ്ക് യു. ഓക്കെ, കീപ് ഇൻ ടച്ച് ബ്രോ. അതെ. കൂടെ ഉണ്ടാവും എല്ലാവരും. ഓക്കെ, താങ്ക് യു. ഓക്കെ മാൻ. നമുക്കിനി നാട്ടിൽ വന്നിട്ട് കാണണം കേട്ടോ. കണ്ണൂരേക്ക് പോവാ ഒരു നാട്ടിലെവിടെ? ദിവസം. കണ്ണൂർ അല്ലേ? കണ്ണൂർ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. വാ, അവരെയൊക്കെ ആയിട്ടൊക്കെ ഓഫീസ് നമ്മുടെ ഞാൻ കണ്ണൂരല്ലേ, വന്നിട്ടുണ്ട് അവിടെ. ഓഫീസിലേക്ക് വാ. അതെ അല്ലേ? ഞാൻ ഇറങ്ങാം. നാട്ടിലെത്തട്ടെ. ഓക്കെ ഇറങ്ങാം. വിളിക്കാം. ഓക്കെ ബ്രോ, ബൈ.